ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സച്ചി നീ തമ്മിലൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്റെ നെഞ്ച് പൊട്ടിപ്പോയി. അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല മോളെ. അതുകൊണ്ടാ ഓടിപ്പാഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ പിന്നെ എനിക്ക് അവിടെ സമാധാനമായിട്ടിരിക്കാൻ പറ്റൂ. അമ്മ ഇങ്ങനെ കരയാന് മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ദുരന്തം വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൂടെ അരച്ചു കയറി വരും. പിന്നെ വരുന്നത് കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ പ്രശ്നങ്ങളായിരിക്കും. അതങ്ങനെയാ. സച്ചിയുടെ അവസ്ഥ കൂടെ നീ മനസ്സിലാക്കണം മോളെ. സ്വന്തം വീടും കുടുംബവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ട് വാടക വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ. ഈ കുടുംബം ഇനി എങ്ങനെ പോറ്റണമെന്നൊരു ചിന്തയാ അവന്റെ മനസ്സിലിപ്പോ. മനസ്സ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവനെ മോളായിട്ട് കൂടുതൽ വേദനിപ്പിക്കരുത്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഒത്തൊരുമയും കൊണ്ട് മാത്രമേ ഇനി ഈ കുടുംബത്തെ പിടിച്ചു നിർത്താൻ പറ്റൂ. മോളെ, അമ്മ സച്ചിയോട് സംസാരിക്കട്ടെ. ഏയ് വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ നിങ്ങൾ തമ്മില്? അമ്മ വളർത്തിയ കുട്ടി തന്നെയാണ് ഞാൻ. എന്റെ ഭർത്താവും കുഞ്ഞും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഈ ലോകത്ത് മറ്റെന്തും. അച്ഛനും അമ്മയും ബന്ധുക്കളൊന്നും ഒരു സ്ത്രീക്ക് ഭർത്താവിനേക്കാളും വലുതല്ല. അറിയാം എനിക്ക് ആ കാര്യമൊക്കെ. സാധാരണ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ബന്ധുക്കളോ അച്ഛനോ അമ്മയോ ഒക്കെ ഇടപെട്ട് തീർക്കും. എന്നാ ചില കാര്യങ്ങൾ ഒരു ഭാര്യയ്ക്ക് ആരോടും പറയാൻ പറ്റില്ല. അത് പരിഹരിക്കാൻ അവൾക്ക് മാത്രമേ സാധിക്കൂ. അമ്മ വിഷമിക്കണ്ട. സമയമാകുമ്പോ ഞാനത് പരിഹരിച്ചോളാം. ദയവേത് അമ്മ ഇനി ഇത് പോയി സച്ചിനോട് ചോദിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റരുത്. എല്ലാ പ്രശ്നവും ഞാൻ തന്നെ പരിഹരിച്ചോളാം. അപ്പോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉടനെ തീരുമെന്നാണ് മോള് പറയുന്നത്? അങ്ങനെ ചോദിച്ചാ അതെനിക്കറിയില്ല. ചിലപ്പോ ഉടനെ പരിഹരിച്ചേക്കാം, ചിലപ്പോ ഒരിക്കലും പരിഹരിക്കാൻ പറ്റിയില്ലെന്നും വരും.